ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡെയിലി ബേസിസിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അധികം എണ്ണയൊന്നും ഇല്ലാത്ത ഫുൾക്ക ആയിട്ടുള്ള ലെയേർഡ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവസാനം വരെ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഏകദേശം 2 കപ്പ് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് മാവിന് 2 കപ്പ് വെള്ളം തന്നെയാണ് ആവശ്യമുള്ളത്. എന്നാലും 2.5 കപ്പ് വെള്ളത്തോളം ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം ഉപ്പ് ചപ്പാത്തിക്ക് ആവശ്യമില്ല, മൈൽഡായിട്ടുള്ള ഉപ്പ് ടേസ്റ്റ് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ഉപ്പ് തന്നെ ധാരാളമായിരിക്കും. പിന്നെ ഒന്ന് മയം കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേസമയം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ മാവ് എടുത്തു വച്ചേക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടിട്ട്. അപ്പോൾ ഇനി തിളച്ച് വന്നിട്ടുള്ള വെള്ളം ഒരു കപ്പിലേക്ക് ഒഴിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതേപോലെ പകുതിയോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കൊരു തവിയുടെ ബാക്ക് സൈഡ് വെള്ളം വെച്ചിട്ട് ഇതേപോലെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ മാവ് ഏകദേശം വെന്തിട്ടുണ്ടാവും. കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണ്ടേ, കൈ പൊള്ളുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ റൈസ് കട്ടറാണ്. റൈസ് കട്ടർ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം നല്ല ചൂടോടെ തന്നെ കുഴയ്ക്കുമ്പോഴാണ് ഏറ്റവും മാർദ്ദവമായിട്ട് ഇത് കിട്ടുക. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി കയ്യിൽ തൊടാൻ പറ്റുന്ന രീതിയിൽ ചൂടാവുന്ന സമയത്ത് കൈ വെച്ചിട്ട് ഒന്നുകൂടി നല്ല പോലെ അങ്ങ് കുഴച്ചു കൊടുക്കണം. നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ചപ്പാത്തി ഉണ്ട ആക്കുന്ന സമയത്തും പരത്തിയെടുക്കുന്ന സമയത്തും ചുട്ടെടുക്കുന്ന സമയത്തും ഒക്കെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതേപോലെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് വെള്ളം ഒക്കെ ആയിട്ട് ഇതേപോലെ മാർദ്ദവമുള്ള ഒരു മാവായിട്ട് മാറണം. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ അറിയില്ല, സമയമെടുക്കും എന്നുണ്ടെങ്കിൽ ഒരു കാസ്ട്രോളിലേക്ക് മാറ്റി വെക്കാം, ചൂടാറാതിരിക്കാനായിട്ട്. ചെറിയ ചൂടോടെ തന്നെ പരത്തി എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് പരന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സിലിക്കൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതേപോലെ ഈ ഒരു സൈസിൽ ബോളാക്കി മാവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. അത് ഗോതമ്പ് പൊടിയിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഗോതമ്പ് പൊടി യൂസ് ചെയ്യരുത്. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കുക. ഏകദേശം റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സിലിക്കൺ ഷീറ്റിന് അധികം പൈസയൊന്നുമില്ല, വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വാങ്ങുവാണെങ്കിൽ വളരെ എളുപ്പമാണ്, അധികം പൊടിയുടെ ആവശ്യമില്ല. അത് മാത്രമല്ല ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇതിൽ ഓൾറെഡി റൗണ്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് പ്രൊഫഷണൽ ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കട്ടർ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാസറോളിൻ്റെ അടപ്പാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്നെസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 1 മില്ലിമീറ്റർ തിക്നെസ് മതി ആകെ ഈ ചപ്പാത്തിക്ക്. അതുപോലെ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആയിരിക്കണം. സൈഡിൽ ഇതേപോലെ കട്ട് ചെയ്യുകയും നടുക്ക് സൈഡിലും ഒക്കെ ഒരേ തിക്നെസ്സും ആണെങ്കിൽ നല്ല അടിപൊളി ഫുൾക്ക ചപ്പാത്തി നമുക്ക് കിട്ടും. 2 കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് ഞാൻ 16 ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. സൈഡ് കട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ 16, അല്ലെങ്കിൽ ഒരു 18-19 എണ്ണം കിട്ടും. സൈഡ് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓൾറെഡി ഗോതമ്പ് പൊടിയൊക്കെ പറ്റിയിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വളരെ ഹാർഡായിട്ടാണ് ചപ്പാത്തി കിട്ടുള്ളൂ. നമുക്ക് സോഫ്റ്റ് ചപ്പാത്തി വേണ്ടേ. അതുപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഫുൾക്ക ചപ്പാത്തി വരാനായിട്ട് കുറച്ച് പാടുമായിരിക്കും. കാണാനും കുറച്ചും കൂടി ഭംഗി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാനിവിടെ 16 ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 16 ചപ്പാത്തി ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പോവാം. അപ്പോൾ ചുട്ടെടുക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒന്ന് അതിൻ്റെ ടെമ്പറേച്ചറാണ്, രണ്ടാമത്തെ നമ്മൾ ചുട്ടെടുക്കുന്ന പാത്രം, അതുപോലെ ബർണർ. അപ്പോൾ ബർണറിൻ്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ബർണർ തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യണം, എന്നാലാണ് പെട്ടെന്ന് ഫുൾക്കായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഈ ഒരു ചപ്പാത്തി പാത്രം ഉണ്ടല്ലോ, തട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടി മാത്രമായിട്ട് ഇത് യൂസ് ചെയ്യണം. ദോശയോ അല്ലെങ്കിൽ
ഓംലേറ്റോ ഒന്നും ഇതിലുണ്ടാക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തി നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഏകദേശം നല്ലൊരു ചൂടായിട്ടുണ്ട്. ഒരു 10 സെൻറ്റിമീറ്റർ മുകളിൽ കൈ പിടിക്കുമ്പോൾ തന്നെ നല്ല ചൂട് മുകളിലേക്ക് വരണം. എന്നാൽ ഇങ്ങനെ പൊങ്ങാനൊന്നും പാടില്ല. ആ ഒരു ടെമ്പറേച്ചറിൽ വേണം നമ്മൾ ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ. തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഫുൾക്ക വരണമെന്നില്ല, കാരണം ആ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ടാണ്. എന്നിട്ട് അതിലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അങ്ങ് തട്ടിക്കൊടുക്കണം നന്നായി, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. ഇതെൻ്റെ രണ്ടാമത്തെ ചപ്പാത്തിയാണ്. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ പൊങ്ങി വരുന്നുണ്ട് നല്ല പോലെ. ഈ സൈഡ് കട്ട് ചെയ്തുകൊണ്ടിട്ടും ഒരേ തിക്നെസ് ആയതുകൊണ്ടിട്ടുമാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് മാറ്റാം. ഇതേ മൂന്നാമത്തെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കി എല്ലാ ചപ്പാത്തിയും ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്. ഫുൾക്ക വന്നാലത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെയേർഡ് ആയിരിക്കും. 2 ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഈ 16 ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ലെയറൊക്കെ. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ ലെയറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. കട്ട് ചെയ്യുമ്പോഴും കണ്ടോ ഇതേപോലെ 2 ലെയറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ മാവൊക്കെ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട്. ഈ രീതി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ചപ്പാത്തി തന്നെ കിട്ടും. ഡെയിലി ബേസിസിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കി പിറ്റേ ദിവസം വരെ യൂസ് ചെയ്യാം. ഒരു കേടും ഒന്നും പറ്റില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ തട്ടുണ്ടല്ലോ, നമ്മുടെ ആവി കയറ്റുന്ന തട്ടിൽ വെച്ച് ആവി കയറ്റുക. ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ വെള്ളം ഒരു ബൗളിൽ വച്ചതിന് ശേഷം ചപ്പാത്തിയും കൂടി വെച്ചിട്ട് വേണം അതിൽ ഓവനിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടും. വീണ്ടും ചുട്ടെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡായി വരും. അതുകൊണ്ടിട്ടാണ് അപ്പത്തട്ടിൽ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞത് ഓവനില്ലെങ്കിൽ. അപ്പം ഞാൻ ഈ ഒരു അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ കൂടെയാണ് ഈ ഒരു ചപ്പാത്തി സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും ഏത് കറിയുടെ കൂടെയും ഇത് സെർവ് ചെയ്യാൻ പറ്റും. ഈ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നാളെ 5 മണിക്ക് ഈ വീഡിയോ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.